internet, welcome to my channel See the World with Salil. Rafting start ചെയ്യാൻ പോവാണ്. Very steady. Okay. അവിടെ ആ സൈഡ് നോക്കി അറിയാം കുറച്ചൊരു ടഫായിട്ടുള്ളൊരു വാട്ടർ വേസ് ആണ് അവിടെ. Back roll. गंगे मैया की जय, गंगे मैया की जय। चल मेल धूम धड़ाका, चल मेल धूम धड़ाका। Come on, go forward guys, come on, go forward. Baik nama. Come on guys, come on. One, two, three. മാഗി പോയിന്റ് എന്നാ പറയുന്ന ഈ സ്ഥലത്തിന്. ഇവിടെ വന്ന് ഒരു മാഗിയൊക്കെ കഴിച്ചു. ചെറിയൊരു വാട്ടർഫാൾസൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തുന്നതാണ്. നമുക്ക് അതുകൂടാണ്ട് അവിടെ നിന്ന് ചാടാനും പറ്റും. ആ മേളിലെ പോയിന്റ് ഉണ്ട്, ചാടാനും പറ്റും. Come on. 1, 2, 3, go, jump! चलाओ। സ്റ്റോപ്പ്. നമ്മൾ നേരത്തെ വന്ന ലക്ഷ്മൺ ജൂലയാണ് ആ കാണുന്നത്. ആ ബ്രിഡ്ജും ആ ടെമ്പിളും നമ്മൾ നേരത്തെ കണ്ടതാണ്. വീണ്ടും തുഴഞ്ഞു നമ്മൾ അവിടെ വന്ന് അവിടെ നിൽക്കുമ്പോൾ താഴെ കൂടി പോകുന്നത് കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വരും എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്.
चलाओ चलाओ एक साथ फॉरवर्ड करें 4 5 चलाओ भैया 5 चलाओ पत्थर पे चढ़ जाएंगे ना आजा आजा जंप पकड़ लेंगे जल्दी जाओ कैच नहीं होगा आपसे इधर से मार दे चल आरती कितने बजे होगी भैया बस अब होने वाले वादियों में टकरा सके हम കുറേ കാണുന്നതാണ് രാംജുല എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ ഗംഗാ ആരതി നടക്കുന്നുണ്ട്. നേരത്തെ വന്നപ്പോൾ ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. നമ്മളിനി നേരെ പോകുന്നത് ഇവിടുത്തെ ക്യാമ്പിംഗ് സൈറ്റിലേക്കാണ്. നമ്മുടെ വണ്ടി ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റാഫ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി നേരെ ക്യാമ്പിംഗ് സൈറ്റിലേക്കാണ്. ഇരുന്ന ക്യാമ്പാണ് ഈ കാണുന്നത്. അത്ര പോഷൊന്നുമല്ല, പക്ഷേ നീറ്റായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇതിന് മുമ്പായിട്ട് മറ്റൊരു ക്യാമ്പും കൂടി ഉണ്ട്. ഇത് നമ്മളുടെ അല്ല, ഇത് വേറെ ക്യാമ്പാണ്. നമ്മളുടെ ഇതിൻ്റെ പുറകിൽ കാണുന്നതാണ്. ഇതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ക്യാമ്പ് സൈറ്റാണ്. ഇവിടെ ലഞ്ച് തൊട്ട് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യും. ലഞ്ച്, ടീ, രാത്രിയിലത്തെ ഡിന്നർ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഇത്രയും അടങ്ങുന്നതാണ് പാക്കേജ്. പക്ഷെ നമ്മൾ ഇന്നലെ രാത്രിയായി റാഫ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് എത്തിയത്. അതുകൊണ്ട് നമ്മൾ ഡിന്നർ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഡിന്നറും ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്യാനാണ് പ്ലാൻ. ഇതാണ് ഇവിടുത്തെ ക്യാമ്പിങ്ങിൻ്റെ കോമൺ ഏരിയ. ഇവിടെ നമുക്ക് കളിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇതാണ് നമ്മളുടെ ടെൻറ്റിൻ്റെ ആകെ ഞാനൊന്ന് കാണിക്കാം. ഇതാണ് നമ്മളുടെ ടെൻറ്റ്. ഒരു കൂളറുണ്ട്, പിന്നെ 3 ബെഡാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. പിന്നെ അവിടെ ഒരു ചാർജിങ് പോയിൻ്റ് ഉണ്ട്. നമ്മളെന്തായാലും 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ ഇവിടെ. ബേസിക് ഫെസിലിറ്റി, അല്ലാതെ വലിയ ലക്ഷറി ഒന്നുമല്ല. നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ബാത്റൂം ഫെസിലിറ്റി എല്ലാം ബേസിക്കാണ്. ഈ കാണുന്നതാണ് ബാത്റൂം. മുകളിൽ നോക്കുകയാണെങ്കിൽ അവിടെയും കുറേ ഇതുപോലത്തെ ടെൻറ്റഡ് സംഭവങ്ങളെല്ലാം കാണാം. നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ നിന്ന് രാവിലെ ഒന്ന് ഇറങ്ങിയതാണ് പുറത്തേക്ക്. അപ്പോൾ ഗംഗ നദി ഇവിടെ ഒഴുകുന്നത് കാണാം. താഴെ മറ്റൊരു ക്യാമ്പ് സൈറ്റും കാണാം. നമുക്കെന്തായാലും ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഗംഗയുടെ തീരത്ത് നിന്നാൽ എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം. ആദ്യത്തെ മേളിൽ നിന്നാണ് നമ്മളിപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയത്. ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു ടെൻറ്റ് ഇവിടെ ഈ സൈഡിൽ കാണുന്നുണ്ട്. അതേപോലെ അപ്പുറത്തെ സൈഡിലും ഒരു ടെൻറ്റ് കാണുന്നുണ്ട്. ശരിക്കും ക്യാമ്പിങ്ങിന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ടെൻറ്റിൻ്റെ ലൊക്കേഷൻ എവിടെയായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. കാരണം നമ്മളെ ടെൻറ്റ് ഈ പുഴയുടെ തീരത്തല്ല, കുറച്ച് മാറിയിട്ടാണ്. പക്ഷേ പുഴയുടെ തീരത്താണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇരുന്ന് വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് ഹണിമൂണിനെല്ലാം വരുന്ന ആൾക്കാർ ഇങ്ങനത്തെ ഒരു സ്ഥലം പ്രിഫർ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇന്നലെ രാത്രി നമുക്ക് അവിടെ കാട്ടുതീ കാണാമായിരുന്നു. ഇന്നിപ്പോൾ ആ പുക ചെറുതായിട്ട് നമുക്ക് കാണാം. നല്ല രീതിയിൽ കാട്ടുതീ ഉണ്ടായിരുന്നു. വരുന്ന വഴിക്ക് റോഡിലേക്കൊക്കെ ഈ തീ, മണ്ണും ഒക്കെ കൂടി റോഡിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. കുറച്ച് റിസ്ക് ആയിരുന്നു ഇന്നലത്തെ രാത്രിയിലത്തെ വരവ്. രാത്രിയിലായതുകൊണ്ട് ഷൂട്ട് ചെയ്തില്ല. പക്ഷേ അത് റോഡ് സൈഡിൽ കുറേ സ്ഥലങ്ങളിൽ വീഴുന്നുണ്ടായിരുന്നു. ഡ്രൈവർ അത് കാരണം കുറച്ച് സ്പീഡിൽ ഓടിച്ചു പോരുകയാണ് ചെയ്തത്. ഇതാ റാഫ്റ്റിംഗ് ചെയ്തു പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാം. നമ്മൾ ഇന്നലെ ചെയ്ത പോലത്തെ ഒരു ടീമാണ് ഇപ്പം റാഫ്റ്റിംഗ് ചെയ്ത് പോകുന്നത് കാണാം. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ
അത് എയർ കളഞ്ഞതാണ്. ചില സ്ഥലങ്ങളിൽ ഇതുപോലെ റഫായിട്ടുള്ള സ്ഥലങ്ങൾ വരും. പിന്നെ അങ്ങ് ഷാലോ വാട്ടറാണ്, നമുക്ക് നേരെ ഇതുപോലെ ഒഴുകി പോവാം. റാഫ്റ്റിംഗ് കഴിഞ്ഞിട്ട് റാഫ്റ്റിങ്ങിനെയാണ് മേലേക്ക് കൊണ്ടുപോകണത്. തിരിച്ചിട്ട് രണ്ടുപേര് അപ്പുറം പിടിച്ചിട്ട് ഈ മലയുടെ മേളിൽ അവരുടെ വണ്ടിയുണ്ട്, ആ വണ്ടിയുടെ മേളിൽ വെച്ച് കെട്ടും. എന്നിട്ട് ആ വണ്ടിയുടെ ഉള്ളിലാണ് നമ്മൾ പാസഞ്ചേഴ്സും പോകുന്നത്. ഈ റോഡ് ശരിക്കും ബദ്രിനാഥ്, കേദാർനാഥ് എല്ലാം പോകുന്ന റോഡാണ്. ജോഷിമഠ്, രുദ്രപ്രയാഗ് അങ്ങനെയെല്ലാം ഉള്ള മെയിൻ റോഡ്. ഇത് ശരിക്കും ബദ്രിനാഥ് കഴിഞ്ഞ് മന എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വില്ലേജ് ഉണ്ട്. ആ വില്ലേജ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുകയാണെന്ന് ടിബറ്റിൻ്റെ ബോർഡർ വരെയും പോകുന്ന ഒരു റോഡാണിത്. ചെറിയ ഡിസ്റ്റൻസ് അല്ല, നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, നല്ല ടൈമും എടുക്കും. പക്ഷേ അറ്റ് പ്രസൻറ്റ് ഈ ബദ്രിനാഥും കേദാർനാഥും എല്ലാം ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് നമ്മുടെ ട്രാവൽ പ്ലാനിൽ അത് വരാതിരുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ വീണ്ടും ഋഷികേശ് ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മളിനി പോകുന്നത് ഹരിദ്വാറിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ബസ് പിടിക്കുക, നേരെ ഹരിദ്വാറിലേക്ക് പോവുക. ഇതാണ് നമ്മളുടെ പ്ലാൻ. അപ്പോൾ നമ്മൾ ഋഷികേശിൽ നിന്ന് വിടുകയാണ് ഹരിദ്വാറിലേക്ക്. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അടുത്തത് നമ്മളിനി കാണുന്നത് ഹരിദ്വാറിലെ വിശേഷങ്ങളായിരിക്കും.